തിരികെ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ കണ്ണൂരിലെ പയ്യാമ്പലത്തേക്ക് പോവുകയാണ്. അവിടെ കോടിയേരി സഖാവിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് അവിടെ അനുസ്മരണ പരിപാടികൾ നടക്കുകയാണ്. നമ്മളതിലെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇ.പി. ജയരാജനെ കാണാം, ബൃന്ദ കാരാട്ടിനെ കാണാം, കോടിയേരി സഖാവിൻ്റെ പ്രിയപത്നി വിനോദിനിയെ കാണാം, ഒപ്പം തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ, പി രാജീവ്, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും അനുസ്മരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി പയ്യാമ്പലത്ത് എത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പയ്യാമ്പലത്തെ കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്മൃതി കുടീരത്തിന് മുൻപിലാണ് അനുസ്മരണ പരിപാടികൾ നടക്കുന്നത്. പയ്യാമ്പലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രിയ സഖാവിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി പയ്യാമ്പലത്തേക്ക് എത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ ആളുകൾ ഒരുപാട് എത്തി നിൽക്കുന്നത് നമുക്ക് കാണാം. നേതാക്കളെല്ലാവരും പ്രിയ സഖാവിൻ്റെ ഓർമ്മകളെക്കുറിച്ച്, പ്രിയ സഖാവിൻ്റെ സ്മരണകൾ ഓർത്തെടുക്കുന്നതിനായി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. ആ നിര നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പി കെ ശ്രീമതി ടീച്ചർ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ എത്തി പ്രിയ സഖാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒക്ടോബർ 1 കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മയായിട്ട് 2 വർഷങ്ങൾ തികയുന്ന ദിവസം കൂടിയാണ്. കോടിയേരിയില്ലാത്ത 2 വർഷങ്ങളെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ശൂന്യത സൃഷ്ടിച്ച് കടന്നുപോയ 2 വർഷങ്ങളാണ്. നികത്താൻ കഴിയാത്ത ശൂന്യത എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അക്ഷരാർത്ഥത്തിൽ അത് കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ ശരിയാണ്. കാരണം ആ മുഖത്തിന്, ആ നേതൃശേഷിക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ നമുക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററെ കാണാം, ഇ.പി. ജയരാജനെ കാണാൻ കഴിയുന്നുണ്ട്, ഒപ്പം തന്നെ പി രാജീവുണ്ട്, ബൃന്ദ കാരാട്ടുണ്ട്, ഒപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രിയപത്നി വിനോദിനിയെ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളും കുടുംബാംഗങ്ങളും എല്ലാം ചടങ്ങിൽ പങ്കെടുക്കാനായി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. രാഷ്ട്രീയ കേരളം ഒന്നടങ്കം കോടിയേരി ബാലകൃഷ്ണനെ ഓർത്തെടുക്കുന്ന ഒരു നിമിഷം കൂടിയാണിത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോഴും പയ്യാമ്പലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് വലിയ സ്മരണകൾ ഇരമ്പിയെത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആ ഒരു വലിയ ജനസഞ്ചയം അവിടെ കണ്ണീരർപ്പിച്ചു നിന്നതും അദ്ദേഹത്തിന് വിട നൽകിയതുമൊക്കെ ഇപ്പോഴും നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കാലം കടന്നു പോയിട്ട് 2 വർഷമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. വലിയ ഓർമ്മകൾ കോടിയേരി ബാലകൃഷ്ണനെക്കുറിച്ച് രാഷ്ട്രീയ കേരളത്തിൻ്റെ പൊതു സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിന് പറയാനുണ്ട്. കാരണം അത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് വേരാഴ്ന്നു നിന്നിരുന്ന ഒരു നേതാവായിരുന്നു. സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് എപ്പോഴും ഇറങ്ങിച്ചെന്ന് അവരുടെ സങ്കടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞിരുന്ന, പ്രതിസന്ധികൾ പരിഹരിച്ചിരുന്ന അസാധ്യമായൊരു കാലമാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ഒരുപക്ഷേ ഇത്ര മനോഹരമായൊരു കാലം നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നുവോ എന്ന് നമുക്ക് അത്ഭുതത്തോടെ നോക്കി നിൽക്കേണ്ടി വരും. പ്രതിസന്ധികളെ അത്രയധികം അനായാസം മറികടന്നു പോയ ഒരു നേതാവെന്ന് സഖാവ് കോടിയേരിയെ നമുക്ക് വിളിക്കേണ്ടി വരും. അത്രമാത്രം അസാധാരണമായൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. രോഗം കാർന്നു തിന്നുന്ന വേദനയിൽ പോലും ഏറ്റവും മഹത്തായ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ച സഖാവ്, പാർട്ടിക്ക് വേണ്ടി അടിമുടി പാർട്ടിയായി മാറിയ ഒരു ജീവിതം, അതുതന്നെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന അത്യുജ്വലമായ ആ കാലഘട്ടം എന്ന് പറയുന്നത്. പ്രിയ സഖാവിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ആയിരങ്ങൾ ഇന്ന് പയ്യാമ്പലത്തേക്ക് ഒഴുകിയെത്തുകയാണ്. സഖാവിനെ ഓർത്തെടുക്കാൻ, സഖാവിൻ്റെ ജീവിത വഴികളെക്കുറിച്ച് പറയാൻ, സഖാവിൻ്റെ കുടുംബത്തോടൊപ്പം ആ കുടുംബത്തിൻ്റെ യാത്രയിൽ, മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒപ്പം ചേർന്ന് നിൽക്കാനായി ഒരു നാട് മുഴുവൻ ഒപ്പമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേതൃനിരയെ നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. ബൃന്ദ കാരാട്ട് ഉണ്ട്, ഒപ്പം തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ട്, ഇ.പി. ജയരാജനുണ്ട്, ഒപ്പം പി കെ ശ്രീമതി ടീച്ചർ, പി രാജീവ്, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി കണ്ണൂരിലെ പയ്യാമ്പലത്തേക്ക്, കോടിയേരി ബാലകൃഷ്ണൻ്റെ വിപ്ലവ കേരളത്തിൻ്റെ ഓർമ്മകൾ ഇരമ്പുന്ന പയ്യാമ്പലത്തേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇനിയും അല്പസമയത്തിനകം തന്നെ വലിയ തോതിൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തും. അനുസ്മരണ പരിപാടികൾ ഇന്ന് പലയിടങ്ങളിലായി സംസ്ഥാനമൊട്ടുക്കം സംഘടിപ്പിച്ചിട്ടുണ്ട് CPIM. ഒപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അനുസ്മരണ പരിപാടികളുണ്ട്, വൈകിട്ട് അനുസ്മരണ പൊതുയോഗമുണ്ട്. അങ്ങനെ ഇന്ന് മുഴുവൻ കോടിയേരി സഖാവിൻ്റെ ഓർമ്മകളിലാണ് രാഷ്ട്രീയ കേരളം നിൽക്കുന്നത്. ഇന്ന് മുഴുവൻ ഓർമ്മകളിൽ നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെയും കോടിയേരിയെക്കുറിച്ച് പറയാതെ, അല്ലെങ്കിൽ കോടിയേരിയുടെ ഓർമ്മകളില്ലാതെ രാഷ്ട്രീയം അറിയുന്ന ഒരാളും കടന്നു പോയിട്ടില്ല കഴിഞ്ഞ 2 വർഷം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പൊതുമണ്ഡലത്തിലേക്ക് അത്രമേൽ വേരാഴ്ന്നു നിന്നിരുന്നു പ്രിയപ്പെട്ട കോടിയേരി സഖാവ്. അത്രമാത്രം നമ്മുടെ ജീവിതത്തോട്, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളോട് ഇടകലർന്ന് നിന്ന് അവരോട് സംസാരിച്ച്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ചിരിച്ച മുഖത്തോടെ അവരെ സ്വീകരിച്ച് അവരിലൊരാളായി ജീവിച്ച അസാധ്യമായൊരു ജനനായകൻ്റെ ഓർമ്മയാണ് സഖാവ് കോടിയേരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലേക്ക് കടന്നു വരുന്നത്. കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാവരെയും ഒരുപോലെ കണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജീവിച്ച അസാധ്യമായ ജീവിതം നയിച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ കോടിയേരി ബാലകൃഷ്ണനെ ലോകമടയാളപ്പെടുത്തും.
കോടിയേരി ഇല്ലാത്ത 2 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു അസാധ്യമായ കാലം തന്നെയായിരുന്നു. കാരണം പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഓരോ പാർട്ടിക്കാരനും ഓരോ സഖാവും ഓർക്കുന്നുണ്ടാകാം, കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അനായാസം ഈ പ്രതിസന്ധി മറികടന്നു പോകാൻ കഴിയുമായിരുന്നുവെന്ന്. ഒരു പുഞ്ചിരിയോടെ ഈ പ്രതിസന്ധികളെ സഖാവ് നിഷ്പ്രയാസം തരണം ചെയ്യുമായിരുന്നുവെന്ന് പലപ്പോഴും നമ്മൾ ഓർത്തിട്ടുണ്ടാകാം. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ വിടവ് നികത്താൻ ശ്രമിക്കുന്ന ഒരു കാലമാണ് കഴിഞ്ഞ 2 വർഷം. പാർട്ടി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 2 വർഷം. നേതൃനിര ഒന്നടങ്കം കോടിയേരി ബാലകൃഷ്ണന്റെ വിടവ് നികത്താനായി അധ്വാനം ചെയ്തൊരു വർഷമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷ് കൂടി നമ്മളോടൊപ്പം പയ്യാമ്പലത്ത് നിന്ന് ചേരുകയാണ്. സന്തോഷ്, വിപ്ലവ സ്മരണകൾ ഇരമ്പുന്ന മണ്ണാണ് പയ്യാമ്പലം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് അവിടെയുണ്ട്. ആ ഓർമ്മകളിലേക്കാണ് അമരസ്മരണയായി കോടിയേരി ബാലകൃഷ്ണൻ. ഇന്ന് അദ്ദേഹത്തിൻ്റെ 2ാം ഓർമ്മ ദിനമാണ്. അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ് ഇന്ന് കേരളം ഒന്നടങ്കം. ഇപ്പോൾ അങ്ങോട്ടേക്ക് നേതാക്കളും അദ്ദേഹത്തിൻ്റെ കുടുംബവുമെല്ലാം അനുസ്മരണ ചടങ്ങുകൾക്കായി എത്തിയിട്ടുണ്ട്. പരിപാടികൾ തുടങ്ങിയോ? പുഷ്പാർച്ചന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിന് സമീപത്തേക്ക് CPIM-ന്റെ മുതിർന്ന നേതാക്കളും കോടിയേരിയുടെ കുടുംബാംഗങ്ങളും എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, മന്ത്രി P രാജീവ്, സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ജില്ലാ നേതാക്കളും എല്ലാം തന്നെയും എത്തിയിട്ടുണ്ട്. ഒപ്പം കോടിയേരിയുടെ കുടുംബാംഗം പ്രിയപത്നി വിനോദിനി, മക്കളായ ബിനോയ് കോടിയേരി, ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ളവരും പയ്യാമ്പലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്ന് പ്രകടനം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പ്രകടനം പയ്യാമ്പലത്തേക്ക് എത്തിച്ചേരുകയും അതോടുകൂടി പയ്യാമ്പലത്തെ അനുസ്മരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും. ആദ്യം സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയാണ്. ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിൽ CPIM നേതാക്കളും പ്രവർത്തകരും കോടിയേരിയുടെ കുടുംബാംഗങ്ങളും ഈ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം പയ്യാമ്പലത്ത് അനുസ്മരണ പൊതുയോഗം ചേരുന്നുണ്ട്. അനുസ്മരണ പൊതുയോഗത്തിൽ CPIM-ന്റെ നേതാക്കന്മാർ ഉടനീളം. സന്തോഷ്, ഇന്ന് സംസ്ഥാനത്തുടനീളം അനുസ്മരണ പരിപാടികളുണ്ട്. ഇപ്പോൾ പയ്യാമ്പലത്തെ അനുസ്മരണ പരിപാടി ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലും തലശ്ശേരിയിലും ഒക്കെ പൊതുയോഗ പരിപാടികൾ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഈ അനുസ്മരണ പരിപാടികളുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യും, അല്ലേ? തീർച്ചയായും ഇന്ന് മുഴുവൻ കോടിയേരിയുടെ രാവിലെ മുതൽക്ക് തന്നെ കോടിയേരി അനുസ്മരണ പരിപാടികൾ നാടിന്റെ നാനാഭാഗങ്ങളിലും നടക്കുകയാണ്. പുലർച്ചെ തന്നെ പാർട്ടി ഓഫീസുകളിലും ബ്രാഞ്ചുകളിലുമെല്ലാം തന്നെ പ്രഭാത പേരിയോടുകൂടി പതാക ഉയർത്തി കോടിയേരി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പയ്യാമ്പലത്തെ അനുസ്മരണ പരിപാടികൾക്ക് തൊട്ടു പിന്നാലെ കോടിയേരിയുടെ തലശ്ശേരി മൂളിയിൽ നടയിലെ വീട്ടിൽ ഒരുക്കിയിട്ടുള്ള കോടിയേരിയുടെ വെങ്കല പ്രതിമയുടെ അനാച്ഛാദനമാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. കോടിയേരിയുടെ ഓർമ്മകൾ, കോടിയേരിയുടെ അവശേഷിപ്പുകളെല്ലാം തന്നെ അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങളും അതോടൊപ്പം തന്നെ ഫോട്ടോകളും ഡയറി കുറിപ്പുകളും എല്ലാം സൂക്ഷിച്ചു വെച്ച ഒരു കോടിയേരി മ്യൂസിയം തന്നെ കോടിയേരിയുടെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ആ മ്യൂസിയത്തിന് താഴെ ആണ് ഇപ്പോൾ ഈ വെങ്കല പ്രതിമ ഒരുക്കിയിട്ടുള്ളത്. ആ വെങ്കല പ്രതിമയുടെ അനാച്ഛാദനമാണ്. അത് 11:30 നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി വൈകുന്നേരം കോടിയേരി എന്തായാലും പുഷ്പാർച്ചന അടക്കമുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ അവിടെ ആരംഭിക്കും.